നിങ്ങൾ തൽക്കാലം അവൻ പറയുന്നത് കേൾക്കൂ. അവന്റെ പക്ഷം നിന്നൊന്ന് കേൾക്കാൻ സന്നദ്ധമാകൂ. ഈ കേൾവി ആക്റ്റീവ് ലിസണിംഗ് ആയിരിക്കണം, സശ്രദ്ധമായ കേൾവിയായിരിക്കണം. അങ്ങനെ സശ്രദ്ധമായ കേൾവി നമ്മുടെ മക്കളെ കേൾക്കുന്നൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ആ മക്കളെന്തും തുറന്ന് ഈ രക്ഷിതാവിനോട് പറയും. എത്രത്തോളം സ്കൂളിൽ നിന്ന് സാധാരണ സംഭവിക്കരുതാത്തൊരു സംഭവം ഉണ്ടായാൽ കുട്ടിക്കത് ആരോട് പറയണമെന്ന് തോന്നണം? ഉമ്മയോട് ഉപ്പയോട് പറയണം എന്ന് തോന്നണം. ഈവൻ എത്രത്തോളം എന്നറിയോ? ഒരു കുട്ടിക്കൊരു ക്രഷ് തോന്നുന്നു, ഒരു ആൺകുട്ടിക്കൊരു പെൺകുട്ടിയോട്, നമ്മുടെ മക്കൾക്ക് മറ്റൊരു ആൺകുട്ടിയോട് ഒരു പ്രത്യേകമായ താല്പര്യം തോന്നുന്നു. അതൊരു എന്തോ ആകാശം പൊട്ടി വീണതുപോലെയുള്ള അസാംഗത്യമായി അല്ല കാണേണ്ടത്, മറിച്ച് അത് കേൾക്കാൻ മനസ്സുള്ളൊരു രക്ഷിതാവായിട്ട് രക്ഷിതാവ് മാറണം. ഇത് ഞാൻ പറയുമ്പോൾ തീർത്ത് കേൾക്കണം കേട്ടോ. ഈ അടുത്തൊരു ദിവസം കുറച്ചു മുമ്പ് ഒരു രക്ഷിതാവ് വന്നു. ഒരു ഫാർമസിയിൽ ജോലി ചെയ്യുന്ന ഒരു ഫാർമസിസ്റ്റായി വർക്ക് ചെയ്യുന്ന മകളെയും കൂട്ടിയിട്ടാണ് വരുന്നത്. സതേ ഇന്ന് രാവിലെ ഞാൻ 35,000 ഫോൺ എറിഞ്ഞു പൊട്ടിച്ചിട്ടാണ് വരുന്നത്. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം, ഇമ്മീഡിയറ്റ്ലി സൊല്യൂഷൻ വേണം. എന്ത് പറ്റി? അത് ഇവൾക്കൊരുത്തനുമായിട്ട് ഭയങ്കര ബന്ധാണ്. ഞാനിങ്ങനെ ഇരുത്തി ചോദിച്ചു, എപ്പോഴാ ഇത് തുടങ്ങിയത്? 7 വർഷമായി തുടങ്ങിയിട്ട്. എവിടുന്നാ തുടങ്ങിയത്? ഇവരുടെ വീട്ടിലെ ഡൈനിങ് ഹാളിൽ നിന്ന് തുടങ്ങിയതാ. ഹൗ? എങ്ങനെ? ഈ ഉമ്മയാണ് ഇവളെയും ഇവനെയും ഒന്നിച്ചിരുത്തി ചായ കൊടുത്തുകയും ക്ലാസ്മേറ്റാണ്, റൂംമേറ്റാണ് എന്ന അഡ്രസ്സിന്റെ പേരിൽ ഇസ്ലാം വിലക്കിയ എല്ലാ ഹറാമും അനുവദിച്ചതും ഈ ഉമ്മയാണ്. ഇന്ന് നമുക്കങ്ങനെയാണ്. ഇസ്ലാമിലെ ഹറാമ് അത് പള്ളിയിലും മാത്രം അല്ല. ഹറാമാണോ അത് നമ്മുടെ ജീവിതത്തിലെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ളതാണ് ഹറാം. അത് പാലിക്കാനുള്ളതാ. കല്യാണത്തിന് ഒരുമിച്ച് കൂടുമ്പോ മുമ്പ് കാലത്തൊക്കെ മാന്യതയും മനുഷ്യത്വവും നിലവാരവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരൊരു ശൈലി സ്വീകരിച്ചിരുന്നു. അതെന്താ? പുരുഷന്മാർ ഒരു വഴിയിലൂടെ, സ്ത്രീകൾ ഒരു വഴിയിലൂടെ. അതൊരു 2ാം നമ്പറാക്കലാണോ? പഴയകാലത്ത് മനുഷ്യൻ വരെ തൊട്ടുകൂടാത്തത് കൊണ്ട്, തീണ്ടിക്കൂടാത്തത് കൊണ്ട് അങ്ങനെ എന്തോ ഒരു മോശം വന്നു പോകുന്നത് പോലെയുള്ള വിഷയമാണോ? അല്ല. പിന്നെ അതൊരു നിലവാരമായിരുന്നു. എന്താ നിലവാരത്തിന്റെ മീനിങ്? പുരുഷൻ സ്ത്രീ എന്നത് പരസ്പരം ആകർഷണീയമായ, ആകർഷിക്കപ്പെടേണ്ട നാച്ചുറുള്ള, ബയോളജിക്കൽ സ്ട്രക്ചറുള്ള ജീവിയാണ് മനുഷ്യൻ. പ്രായപൂർത്തിയായ ഒരു പുരുഷന് പ്രായപൂർത്തിയായ ഒരു സ്ത്രീയോട്, ഈ ലൈംഗികമായ പക്വതയാർന്ന പുരുഷന് സ്ത്രീയോട് താല്പര്യം തോന്നുക എന്നുള്ളത് ഞരമ്പ് രോഗം അല്ല, അത് ആരോഗ്യമാണ്. 18ഉം 20ഉം വയസ്സായിട്ട് ഒരുത്തം പറയാ എനിക്ക് പെൺകുട്ടികളെ കണ്ട ഒന്നും തോന്നുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അവനെ കല്യാണമൊന്നും കഴിപ്പിക്കരുത്. ഡോക്ടറെ കാണിച്ചിട്ട് രോഗമൊക്കെ മാറിയിട്ടേ കല്യാണം കഴിപ്പിക്കാവൂ. ഒരു പെൺകുട്ടിക്കും അങ്ങനെ തന്നെയാ. ഇന്ന് പലരും അങ്ങനെ വാദഗതി ഉന്നയിക്കുന്നു. അത് മണ്ടത്തരമാണ്. ചുരുക്കി പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും തമ്മിൽ സംഗമിക്കുന്നതിലെ അപര്യാപ്തത അല്ലെങ്കിൽ അപകട സാധ്യത എന്ന് പറയുന്നത് അതൊരു അവിശ്വാസമല്ല. അത് അവിശ്വാസമല്ല. കാരണം ഒരു പുരുഷൻ, ഒരു സ്ത്രീ, പുരുഷന്റേതായ സ്പേം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയം മെന്റലി അവനിലുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ, സ്വഭാവത്തിലെ, പെരുമാറ്റത്തിലെ, ചിന്താഗതിയിലെ മാറ്റം, അത് ബയോളജിക്കലായി സ്വാഭാവികമാണ്. ഒരു സ്ത്രീയിൽ, ഒരു പെൺകുട്ടിയിൽ ഈ എഗ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് ബയോളജിക്കലി ആ കുട്ടിയിൽ ഉണ്ടാകുന്ന കെമിക്കലായിട്ടുള്ള ചേഞ്ച്, മാറ്റം, അത് അവരുടെ മനസ്സിലുണ്ടാകും വ്യത്യസ്തമായ ചിന്താഗതികൾ. ഈ ചിന്താഗതികളുള്ള സമയത്ത് അവരുടെ ഒരു തോന്നലിന് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് നാടുനീളെ നടന്നുകൊണ്ടിരിക്കുന്ന ധാരാളം സംഭവങ്ങൾ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പ്രസവിച്ചത് നിങ്ങൾ പത്രത്തിൽ എത്ര വായിച്ചു?
ഈ കഴിഞ്ഞ വർഷങ്ങളിലും നമ്മൾ വായിച്ചു, ഈ അധ്യയന വർഷത്തിലും നമ്മൾ വായിച്ചു. എന്താ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്ക് ലൈംഗികമായി പരസ്പരം ബന്ധപ്പെടുന്ന സമയത്ത് മക്കളുണ്ടാകുന്നത് എങ്ങനെയെന്ന് അറിയാത്തത് കൊണ്ടാണോ അങ്ങനെ സംഭവിക്കുന്നത്? നോ, ഒരിക്കലും അല്ല. പിന്നെ എന്താ? ഈ മനസ്സിൽ ഇത്തരം ചിന്താഗതികൾ അൺകൺട്രോൾഡ് ആയിട്ട് വരുന്ന സമയം, അനിയന്ത്രിതമായി വരുന്ന സമയം, ആ സമയത്ത് അവരിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇടപെടലാണ് ശാരീരിക ബന്ധം. ആ ശാരീരിക ബന്ധം എന്ന് പറയുന്നത് അവരുടെ നിയന്ത്രണത്തിന്റെ ഉള്ളിൽ വന്നുകൊള്ളണം എന്നില്ല. നിലവിലൊരു രാഷ്ട്രീയ നേതാവിന്റെ വിഷയം പോലും നാം മീഡിയകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ വ്യാപകമായി കേൾക്കുന്നത് കാണാം. ഇവിടെയൊക്കെ സംഭവം ഒന്നാണ്. ഇസ്ലാം പറയുന്നു, എന്തിനാ മക്കളെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങളൊന്ന് പ്രൊട്ടക്ഷൻ സ്വീകരിച്ചാൽ പോരെ. ഏതുപോലെ? 2 വീലറിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നു, ഞാൻ 18 കൊല്ലമായി എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട്, ഈ ലൈസൻസ് കിട്ടിയിട്ടുള്ള ഇത്രയും കാലയളവിൽ ഇന്നുവരെ ഞാൻ 5 ലക്ഷം കിലോമീറ്റർ ഈ 2 വീലറിൽ യാത്ര ചെയ്തു, ഒരു തവണ പോലും ഞാൻ വീണിട്ടില്ല, ഞാൻ ഹെൽമെറ്റ് ധരിക്കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഇല്ല. പിന്നെ എന്തേ? പുരുഷനും സ്ത്രീയും സംഗമിക്കുന്ന സമയത്ത് പരസ്പരം താല്പര്യം തോന്നുകയില്ലെന്ന ഈ ഒരു ശാസ്ത്രവും അംഗീകരിക്കാൻ പറ്റാത്ത, ഒരു ബയോളജിയിലും സ്വീകരിക്കാൻ കഴിയാത്ത ഈ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നത് എന്തിനാ? എന്നിട്ട് ബാപ്പാക്ക് മക്കളെ നഷ്ടപ്പെടുന്നത്, ഉമ്മാക്ക് മക്കളെ നഷ്ടപ്പെടുന്നത് എന്തിനു പറയണം? ഇങ്ങനെ തോന്നുന്ന ബന്ധത്തിന് പറയുന്ന പേരാണ് പലപ്പോഴും പ്രണയം എന്ന് പറയുന്നത്. പ്രണയബന്ധങ്ങളിലൂടെ രൂപപ്പെടുന്ന വിവാഹബന്ധങ്ങളിലെ 80% വരെ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ അത് കേൾക്കുന്ന പലരും പറയാറുള്ളത് 100% എന്നാ പറയാറുള്ളത്. ഈ പ്രണയത്തിലൂടെ രൂപപ്പെടുന്ന വിവാഹ ബന്ധങ്ങളെല്ലാം വലിയൊരു ശതമാനം പരാജയത്തിൽ ചെന്ന് കലാശിക്കുന്നു. പരാജയത്തിൽ ചെന്ന് കലാശിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലരൊക്കെ കരുതും അവിടെ തീരുന്നു. ഇല്ല, തലമുറകളോളം പോകും അതിന്റെ ഭവിഷ്യത്ത്. കോഴിക്കോട് ടൗണിലെ ഒരു കോളനിയിലെ ഒരു 60ഓളം വരുന്ന ഫാമിലി താമസിക്കുന്ന ഒരു കോളനിയിലേക്ക് ഞങ്ങൾ ഒരു സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി കടന്നു ചെന്നപ്പോൾ കണ്ടൊരു ചിത്രം ഞാൻ ഇപ്പോഴും മറക്കുന്നില്ല. എന്തായിരുന്നു? ഒരു സഹോദരി ഫുട്പാത്തിൽ കാർബോർഡ് വിരിച്ചിട്ട് ചോര കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നു, മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ. ഈ പെണ്ണ് താമസിക്കുന്നത് ഒരു ചെറിയ കുടിലിലാണ്. ഈ പെണ്ണിന് 4ഓളം മക്കൾ ഇപ്പോൾ നിലവിലുണ്ട്. 4ഉം ആരുടേതാണെന്ന് പറയാൻ കഴിയാത്തതാണ്. ഈ സഹോദരി ആരാണെന്നറിയുമോ? കേരളത്തിലെ ഒരു അറിയപ്പെട്ട മുസ്ലിം തറവാട്ടിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ളവളാണ് ഈ സഹോദരി. വിവാഹത്തിനോടടുത്ത ദിവസം തനിക്ക് പ്രണയം തോന്നിയ പുരുഷന്റെ കൂടെ 50ഓളം പവനുമെടുത്തിറങ്ങിയ സഹോദരിയാണിത്. കോഴിക്കോട് പട്ടണത്തിലെ അറിയപ്പെട്ട പല ലോഡ്ജുകളിലും മാറി മാറി താമസിച്ചു. കൂടെയുണ്ടായിരുന്ന പൊന്നിന്റെ അളവ് തീർന്നു തുടങ്ങിയപ്പോ പിതായി കൂടെയുള്ള കാമുകന്റെ സ്വഭാവം മാറി, ആള് മാറി. അങ്ങനെ അടുത്ത കാമുകനിലേക്കുള്ള മാറ്റത്തിനും വിധേയയായി. അങ്ങനെ 5-6 പേരിലേക്ക് ഇപ്പൊ മാറി നിൽക്കുന്നു. ഇപ്പോൾ ഇത്രയും മക്കളുണ്ട്. ഏത് മകൻ ആരുടേതാണെന്ന് പറയാൻ കഴിയാത്ത അസഹനീയമായ ജീവിതത്തിന്റെ ചിത്രവുമായി നിൽക്കുന്നത് ഒന്നാണെന്ന് നിങ്ങൾ കരുതരുത്. അങ്ങനെയുള്ളത് അതിൻ്റെ എത്രയോ മടങ്ങാണ്. ഇത്രയും ദാരുണമായ മാനുഷികമായ ദുരന്തങ്ങൾ നിലനിൽക്കുമ്പോ മനുഷ്യത്വമുള്ളവർക്ക് പറയാൻ കഴിയുമോ പുരുഷനും സ്ത്രീയും അന്യപുരുഷനും അന്യ സ്ത്രീയും സംഗമിക്കുന്നിടത്ത് പരിധികൾ വേണം, പരിമിതികൾ വേണം, അവിടെ നിയമങ്ങൾ വേണമെന്നത് മനുഷ്യത്വമുള്ളവൻ അതിനെതിര് പറയോ? ഇല്ല. നല്ല ബുദ്ധിയുള്ളവരൊക്കെ പറയും കൃത്യമായി ആവശ്യമുള്ള ഒരു മാന്യതയുള്ള സമീപന രീതിയാണ് പുരുഷനും സ്ത്രീയും കഴിയേണ്ടതായ പ്രൊട്ടക്ഷനുകൾ സ്വീകരിക്കണം. ഒരു 2 വീലറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഹെൽമറ്റ് ധരിക്കണമെന്ന നിയമം പെടുന്ന ആ ലാഘവമെങ്കിലും ഇതിന് കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പലപ്പോഴും തോന്നാറുണ്ട്.
ഇവിടെ എനിക്കെൻ്റെ ബഹുമാന്യരായ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നാം നമ്മുടെ മക്കളോടുള്ള സമീപനത്തിൽ ഇവിടെ മാറണം. അതായത് നമ്മുടെ പെൺകുട്ടികളോട്, നമ്മുടെ ആൺകുട്ടികളോട് തുറന്ന് സംസാരിക്കണം. പക്ഷേ അരുതായ്മകൾ വരുന്ന സമയത്ത് അരുതായ്മകളെ അലങ്കാരമാക്കരുത്. ചിലപ്പോൾ അജ്ഞതകൾ മനുഷ്യന് വല്ലപ്പോഴൊക്കെ പറ്റിപ്പോകാം. അജ്ഞതയെ അലങ്കാരമാക്കരുത്. ഈ ഉമ്മ എൻ്റെ കുട്ടി ഫാർമസി മെഡിക്കൽ സയൻസ് പഠിക്കുകയാണെന്ന ആ ഗർവിന്റെ പേരിൽ ഇസ്ലാം ഹറാമാണെന്ന് പറഞ്ഞതിനെ ഊതിക്കാറ്റിൽ പറത്തി. ഇപ്പോൾ എല്ലാ വേദനയും ആഗോളം പേറി നിൽക്കുകയാണ് ഉമ്മ. 35,000 ഫോണ് എറിഞ്ഞുടച്ച ആ ഭയങ്കര ധീരതയുടെ പട്ടം ചനഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആ സഹോദരി. വേണോ ഇത്തരം മംഗത്തരങ്ങൾ? വേണോ? ബി കെയർഫുൾ. ഒന്ന് സുരക്ഷിതരായിരിക്കുമോളെ എന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞതാ. ഹറാം ഹറാമായിട്ട് തന്നെ കാണണം. കല്യാണത്തിൻ്റെ അന്ന് പുരുഷനും സ്ത്രീയും വേറെ വേറെ പന്തലിൽ ഭക്ഷണം കഴിക്കുന്നതൊക്കെ മാന്യതയാണ്. അതിപ്പം മിങ്കിളാവുക എന്നുള്ളത് എന്തോ ഒരു നിലവാരമാണെന്ന് ചിന്തിക്കുന്ന മണ്ടത്തരങ്ങളിലേക്ക് പലരും അതപ്പതിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മാറണം. ഡീസന്റ് ആകണം. നിലവാരത്തിലേക്ക് വരണം. മിങ്കിളാവുക എന്നത് നിലവാരമൊന്നുമല്ല, അതൊരു നിലവാരക്കുറവ് തന്നെയാണ്. നിസ്സംശയം പറയാം. ഇവിടെ മക്കളോട് സമീപിക്കുന്ന സമയത്ത് തെറ്റുകളെ തെറ്റാണ് എന്ന് പറയണം. അതിനെന്തു വേണ്ട, ഇമോഷണലായി ഭയങ്കര വാളെടുക്കാനൊന്നും പോകണ്ട, ഇമോഷണലാകണ്ട. പക്ഷേ തെറ്റിനെ തെറ്റാണ് എന്നും അതിനോട് ഞാൻ വിയോജിക്കുന്നു എന്നും മാന്യമായ ഭാഷയിൽ മക്കളോട് പറയണം. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ദിവസം ഞാൻ എൻ്റെ ഫാമിലിയെയും കൂട്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയി. അപ്പോൾ എൻ്റെ മകള് പറഞ്ഞു, എനിക്ക് ഈ മോഡൽ ഡ്രസ്സ് വേണം. അപ്പോൾ ആ ഡ്രസ്സ് എന്താണ്? അത് ഒരു ഫാഷനാണ്. ആ ഫാഷന്റെ പ്രത്യേകത എന്താ? ശരീരം മറക്കാനുള്ളതല്ല, പ്രദർശിപ്പിക്കാനുള്ളതാണ്. അപ്പം ഞാൻ മോളോട് പറഞ്ഞു അത് പറ്റില്ല. അപ്പം മകൾ അതിന് രണ്ടാമത് വേണോന്ന് പറഞ്ഞു. ഞാൻ രണ്ടാമതും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മകൾ ദേഷ്യപ്പെട്ടു, ആകെ കുറുമ്പ് കാണിച്ചു. ഞാൻ ആ മകളോട് ശാന്തമായി തന്നെ മൂന്നാമതും പറഞ്ഞു, ഇത് വാങ്ങിത്തരില്ല. സാധാരണഗതിയിൽ എല്ലാറ്റിനും ഇടിപൊട്ടിച്ച് സംസാരിക്കാത്തത് കൊണ്ടും എല്ലാറ്റിനും മകളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് പ്രകൃതമില്ലാത്തത് കൊണ്ടും വളരെ നിലവാരത്തിൽ ഏത് ദിവസവും, അതായത് ഒരു രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് മകൾ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ആദ്യം ബാപ്പയെ കാണണമെന്ന് ആഗ്രഹിക്കും വിധം ആദ്യ കാഴ്ചയിൽ പരസ്പരം പുഞ്ചിരിച്ചും സംസാരിച്ചും പരസ്പരം അഭിനന്ദിച്ചും ശീലമുള്ള മകൾക്ക് എൻ്റെ ഈ നിലപാടിൽ അതിൻ്റെതായ കാര്യം മനസ്സിലായി. മകൾ ഒന്നുകൂടി ശാഠ്യം കൂട്ടിയപ്പോൾ ഞാൻ നിലപാടിൽ ഉറച്ചു നിന്നിട്ട് പറഞ്ഞു, മകളെ നമുക്ക് തിരിച്ചു പോകാം, ഇന്ന് ഡ്രസ്സ് എടുക്കുന്ന പരിപാടി നിർത്തിയിരിക്കുന്നു. ഞാൻ ഒന്നുകൂടി ഡ്രസ്സ് മാറാനുള്ള അടുത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, മകളെ ഈ ഡ്രസ്സ് മോൾക്ക് ബാപ്പ വാങ്ങിച്ചു തരാൻ പോകുന്ന ഡ്രസ്സല്ല, മോൾക്കത് പറ്റില്ല. അതുകൊണ്ട് പറ്റുന്ന ഡ്രസ്സ് വാങ്ങിച്ചു തരും, അതിൽ നിനക്ക് അഭിപ്രായം പറയാം. ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തിരിച്ചു പോകാം, പിന്നൊരു ദിവസം വരാം. 2-3 മിനിറ്റ് എടുത്ത് കാണും. മകള് പറഞ്ഞു, വാപ്പ പറയുന്ന ഡ്രസ്സ് മതി. കഴിഞ്ഞ ദിവസം, ഇതൊരു 6 മാസം മുമ്പോ അല്ലെങ്കിൽ ഒരു വർഷം മുമ്പോ ആയിരിക്കാം ഈ സംഭവം. കഴിഞ്ഞൊരു ദിവസം ഒരു ഡ്രസ്സ് എടുത്തു വന്നു. ഒരു കുഴപ്പമില്ലാത്ത ഡ്രസ്സ് തന്നെ എടുത്തു. വീട്ടിൽ വെച്ച് ഞാൻ തമാശക്ക് പറഞ്ഞു, ഇപ്പൊ ഭയങ്കര ഡ്രസ്സൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, പാപ്പാക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ എടുക്കൂലായിരുന്നല്ലോ. ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. ഞാൻ പറയുന്നത്, മക്കളോട് നാം ഫേമായി പറഞ്ഞ് ശീലിച്ചാൽ മക്കൾ സ്വീകരിക്കും. പക്ഷേ മക്കൾ ചിലപ്പോഴൊക്കെ ഒന്ന് ഇടഞ്ഞു നോക്കും. എത്ര ഇടഞ്ഞാലും ഹറാമിന്റെ മുമ്പിൽ അഴകുഴമ്പൻ നിലപാട് പറയുന്ന മുദാഹിനാകരുത് ഒരു മുസ്ലിമായ മനുഷ്യൻ. നിലപാടിൽ ഉറച്ചു നിൽക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഈ വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ജീവിതത്തിൽ തീ തിന്നേണ്ടി വരും.